എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക, ബസൂക്ക, ബാൾട്ടി, കാന്താര തുടങ്ങി ഒരുപാട് സിനിമകൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇതിനു വേണ്ടിയാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് 300 കോടി ക്ലബിൽ ഇടം പിടിച്ച മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായ സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എന്നാലും OTTയിൽ വന്നിട്ട് കാണാനാണ് ആരാധകർ വീണ്ടും കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ജിയോ ഹോട്ട്സ്റ്റാറാണ് ഒഫീഷ്യലായിട്ട് ലോക സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ റിലീസ് തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സർപ്രൈസായിട്ട് ലോക റിലീസാക്കാനാണ് അവർ ഒരുങ്ങുന്നത്. ഒക്ടോബർ മാസം 23-ന് ലോക സിനിമ OTTയിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസ്റ്റൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകനായ സിനിമയാണ് രാമചന്ദ്ര. 2023-ലാണ് സിനിമ റിലീസായത്. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നല്ലൊരു കോമഡി ആക്ഷൻ മൂവിയാണ് രാമചന്ദ്ര. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റിപ്പോർട്ട് കിട്ടിയിട്ടും OTTയിൽ വരാത്തൊരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി കോമഡി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. എന്തുകൊണ്ടാണ് സിനിമ OTTയിൽ വരാത്തതെന്ന് വ്യക്തമല്ല. സിനിമയുടെ OTT നേരത്തെ തന്നെ മനോരമാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 30-ന് ഗെറ്റ് സെറ്റ് ബേബി മനോരമാക്സിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് വത്സല ക്ലബ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ധ്യാനടക്കം ഒരുപാട് പേര് സിനിമയിലുണ്ട്. ഈ ചിത്രം ഇപ്പോൾ മനോരമാക്സിൽ റിലീസായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റിപ്പോർട്ടാണ് ബൾട്ടി സിനിമയ്ക്ക് ലഭിച്ചത്. ഷൈൻ ടോം ചാക്കോ മികച്ച ആക്ഷനാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരുപാട് പേര് സിനിമയ്ക്ക് പോസിറ്റീവ് പറഞ്ഞു. തമിഴ്നാട്ടിൽ സിനിമ കത്തിക്കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ബൾട്ടി സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമും മനോരമാക്സുമാണ് ബൾട്ടി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഉടനെ തന്നെ മനോരമാക്സിൽ റിലീസാകും. ഒരുപക്ഷെ ഒക്ടോബർ 30-നായിരിക്കും ബൾട്ടി സിനിമ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കാന്താര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് 700 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് കാന്താര. ഋഷഭ് ഷെട്ടിയാണ് സിനിമയിലെ നായകൻ. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കാന്താര സിനിമ എല്ലാവർക്കും കൊടുത്തത്. എല്ലായിടത്തു നിന്നും പോസിറ്റീവ് റിപ്പോർട്ടാണ് കാന്താരയ്ക്ക് ലഭിച്ചത്. സിനിമയുടെ OTT നേരത്തെ തന്നെ വിറ്റുപോയിട്ടുണ്ടായിരുന്നു. റിലീസിന് മുന്നേ തന്നെ ആമസോൺ പ്രൈം റെക്കോർഡ് തുകയ്ക്കാണ് കാന്താര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാന്താര എന്ന സിനിമ നവംബർ മാസം ഫസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ബാന്ദ്ര. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബാന്ദ്രയ്ക്ക് ലഭിച്ചത്. എന്നാലും OTTയിൽ കാണാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. കുറെ കാലമായിട്ടും ബാന്ദ്രയുടെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ദിലീപും തമനയും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഫാർമ എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകന സീരീസാണ് ഫാർമ. ഹോട്ട്സ്റ്റാറിലാണ് ഈ സീരീസ് വരുന്നത്. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടിയായിരിക്കും ഫാർമ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് നോക്കിക്കാണുന്ന സിനിമയാണ് വേല. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഷൈനികം സണ്ണിവേനാണ് വേല സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ വേല സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി OTT റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപ് നായകനായ സിനിമയാണ് തങ്കമണി. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തങ്കമണി. കേരളത്തിലെ ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി പറഞ്ഞു പോയത്. പക്ഷേ സിനിമ ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം തങ്കമണിയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വള എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് വള സിനിമയ്ക്ക് ലഭിച്ചത്. ലുക്മാൻ അടക്കം ഒരുപാട് പേര് വള സിനിമയിലുണ്ട്. ഈ ചിത്രത്തിൻ്റെ OTT അവകാശം മനോരമാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. അസ്കർ, അന്ന റെജി, റായലക്ഷ്മി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ DNA സിനിമയുടെ OTT മനോരമാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്.
വിൻസി, ഇന്ദ്രജിത്ത് തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു മാരിവിലും ഗോപുരങ്ങൾ. പക്ഷേ സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമ റിലീസായിട്ട് കാലങ്ങളായി. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് മാരിവിലും ഗോപുരത്തിൻ്റെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.